ആ പൈസയൊക്കെ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു അറിവനുസരിച്ച് രേണുവിന്റെ കയ്യിലും രേണുവിന്റെ പപ്പയുടെ കയ്യിലുമാണ് സുചേട്ടന്റെ ATM കാർഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. വീണയും സുചേട്ടനും തമ്മിൽ ഒരുപാട് ഞാൻ ഇവർ രണ്ടുപേർക്കും സംസാരിച്ചതെന്നല്ല മനസ്സിലാക്കുന്നത് ഒരു പെൺകൊച്ചിന്റെ കാര്യമാണ്. പിന്നീട് ഇവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാണ് അത് രേണുവാണെന്ന് ഞാൻ അറിയുന്നത്. കറക്റ്റിന്റെ മരണത്തിന്റെ അന്ന് ബോഡി അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ രേണു വന്നില്ലായിരുന്നെങ്കിൽ സുചേട്ടന്റെ മരണം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കേണ്ടത് എന്റെ പേര് കൊല്ലം സുധി എന്നാണ്. ഞാന് മരിച്ചാലും എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത്. ഈ ഒരു ഇത് അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളും കൊണ്ട് അന്ന് ഈ സുചേട്ടന്റെ ബോഡി കൊല്ലത്ത് കൊണ്ടുവന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതാണ്. കൊല്ലം സുധിയുടെ സുഹൃത്താണ് ഈ പറയുന്നത്. കൊല്ലം സുധി അത്ര നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കുകളാണ്. രേണുസുധി ആ ലൈഫിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന സുധിക്ക് ഉണ്ടായിട്ടുണ്ട്. സുധി മരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കടകൾ ഉണ്ടാക്കിയിട്ടാ പോയതെന്ന് പറയുന്നില്ലേ. പക്ഷെ സുധിയുടെ കയ്യിൽ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ടായിരുന്നു എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. ആ ഫണ്ടൊക്കെ എവിടെ പോയി? അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ വന്നിട്ടുണ്ട്. ATM മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന രണസുന് തന്നെയാണെന്നുള്ളത്. അപ്പൊ കിച്ചുവിന് അവകാശപ്പെട്ട ഫണ്ട് തന്നെയാണ് കിച്ചുവിന് ഇത്രയും നാള് പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ 100-200 ആയിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഫണ്ട് തന്നെയാണെന്നുള്ളത്. ആരായിരുന്നു ശരിക്കും ആ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യേണ്ടത്? ആ പയ്യനല്ലേ? അല്ലേ? ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പൊ രണസുന ഇവയാളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് മറ്റൊരാളുടെ ഭർത്താവായി ഇരിക്കുകയാണെന്നത് അതിന്റെ ഇടയിലൂടെ കയറി വന്നിട്ടുള്ളത്. ഇപ്പോഴും രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരാളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി അതിലൂടെ കയറി ചെന്നതാണ് ഈ പറഞ്ഞ രണസുന. രണസുന പറയുന്ന പല കഥകളും നമ്മൾ വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല. കിച്ചു പറഞ്ഞത്രേ, എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്, എനിക്ക് അമ്മയായി വരാമോ എന്ന് ചോദിച്ചെന്ന് പറയുന്നത്. അതേ രണസുനെ തന്നെ അത് മാറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒരുപാട് അങ്ങോട്ട് മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം സുധിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ കുത്തിപ്പൊക്കിയെന്നല്ലേ? അത് രണസുനയുടെ ഇപ്പത്തെ അഹങ്കാരല്ലേ? അതൊന്ന് തൂക്കാൻ വേണ്ടിയിട്ടാ, അളക്കാൻ വേണ്ടിയിട്ടാ. കാണാം. സുചേട്ടൻ ആള് നോർമലി നല്ല കുടിയുണ്ട്. നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം കുടിയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സുചേട്ടൻ കിച്ചുവിന് ഒരു പിടി പൈസ ചിലവാക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബാക്കി ആരെക്കാളും സുചേട്ടൻ എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഇത് എന്ന് പറഞ്ഞാലും ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടില് സുചേട്ടന് വൈഫിനെക്കാട്ടിയും കൂടുതൽ കിച്ചുവിനോടൊരായിരുന്നു പ്രിയ. കിച്ചു ഉണ്ടെങ്കിലേ സുചേട്ടൻ എന്ത് കാര്യം നടക്കുള്ളൂ. അപ്പം സുചേട്ടൻ ചിലവാക്കുന്നതിൽ പകുതി കാശും കിച്ചിന് വേണ്ടിയാണ്. ബാക്കി വീട്ടിൽ കൊടുക്കും, കുറച്ച് പുള്ളി എത്തിക്കും. പക്ഷെ ഈ സാമ്പത്തിക ഇടപാട് സുചേട്ടൻ എത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. സുചേട്ടന്റെ പ്രീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ നല്ല ഹെവി ടൈമിൽ നിൽക്കുമ്പോഴാണ് സുചേട്ടൻ ഇത് കഴിയുന്നത്, രേണുവിനെ കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എങ്ങനെയാലും ഒരു എപ്പിസോഡിന് ഒരു 25-30 സുചേട്ടന് ശമ്പളം ഉണ്ട് ഫ്ലവർ സ്റ്റാൻഡിൽ നിന്ന്. ആ പൈസയൊക്കെ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു അറിവനുസരിച്ച് രേണുവിന്റെ കയ്യിലും രേണുവിന്റെ പപ്പയുടെ കയ്യിലുമാണ് സുചേട്ടന്റെ ATM കാർഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പല ആളുകൾ അതിപ്പോ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു. അതായത് ഫണ്ട് ഒരുപാട് വന്നിട്ടുണ്ട്, ആ ചെക്കന് അവകാശപ്പെട്ട പൈസ തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ രേണുസുധി ലൈഫിലേക്ക് കടന്നു വന്നാണല്ലോ. ഈ കിച്ചുവിന്റെ അച്ഛനാണ് ഈ ഒരു സുധി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഉണ്ടാക്കി വെച്ച സമ്പത്തിന്റെ ഒരു പങ്ക് ഇയാൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതാ. ഇപ്പൊ നൈസായിട്ട് ചെക്കനണ്ട് ഒഴിവാക്കിയല്ലോ. അവനായി അവന്റെ പാടായുന്ന രീതിയിലേക്ക് അവനെ തള്ളി മാറ്റുന്നുണ്ടല്ലോ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇവിടെ ഈ ചങ്ങാതി മരിച്ചില്ലേ, ഈ ചങ്ങാതി മരിച്ചപ്പോ ഇയാളുടെ ഭൗതിക ശരീരത്തിന് വേണ്ടിയിട്ട് പോലും അവിടെ പ്ലാനിങ് നടത്തിയ ആളുകളാണ്. അത് എന്തിനാണെന്നറിയില്ല. കിച്ചുവിന്റെ അച്ഛന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞു കൊല്ലത്ത് അടക്കം ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് കിച്ചു പറഞ്ഞത്രേ, അവരാണ് തീരുമാനിക്കുന്നത്, എനിക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളത്. ആ കൊച്ചു പയ്യന്റെ തലയിലേക്ക് കെട്ടിവെച്ചു എന്നുള്ളത്. എന്തുകൊണ്ടാണ് കൊല്ലം സുധിയുടെ ഫാമിലി അവിടെ ഉണ്ടല്ലോ അവരോട് ചോദിക്കാഞ്ഞത്? അവിടെ വലിയൊരു സംഭവം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു മരണം കഴിഞ്ഞു ഒരാണ്ടിനും ഓരോ ബലികർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യില്ലേ, അതൊന്നും കൃത്യമായി നടക്കുന്നില്ല, അതൊന്നും ശരിയാവുന്നില്ല എന്നാണ് അവരുടെ ഫാമിലി പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈന്ദവ വിശ്വാസ പ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ രണസുന എന്താ ചെയ്തേ? മതം മാറി എന്ന പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കൊണ്ടേ അടക്കം ചെയ്തില്ലേ. ഒരുപാട് നീതികേട് ചെയ്തിട്ടുണ്ട് രണസുന. നോണ പറയല്ല, നിങ്ങൾ കേട്ട്. ഞാനും വീണായിട്ട് പിരിഞ്ഞോടാ, ഇനിയിപ്പം ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പോവാണ്. രേണു എന്നാണ് പേര്. പുള്ളിക്കാരി എയർപോർട്ടിൽ അങ്ങനെ എന്തോ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ചോദിച്ചു, സൂചേട്ടാ ഇത് കാണിക്കുന്ന മോശമല്ലേ? അന്നല്ലടാ, ഇത് 2 ഇതായത് നമ്മൾ ഇത് ചെയ്യാണ്. ഓക്കെ ശരി സമ്മതിച്ചു. ഞാൻ ചോദിച്ചാൽ രേണുവിന് എത്ര വയസ്സ്? അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ 22 or 24 പറഞ്ഞാണ് എൻ്റെ ഓർമ്മ. ഞാൻ സൂചേട്ടൻ നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് തമാശയ്ക്ക് പറഞ്ഞാണെന്ന് തോന്നുന്നു. എനിക്ക് പലപ്പോഴായിട്ട് ഒരു 19 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അച്ഛാന്ന് വിളിക്കുമെന്ന് വെച്ചു രേണു. അതാണ് ആ വിഷയത്തിൽ ഞാനും സൂചേട്ടനുമായിട്ടുള്ള ലാസ്റ്റ് സംസാരം. പക്ഷെ അതിനുശേഷം ബാക്കി എല്ലാ ഇപ്പം വീണയുടെ കല്യാണം വന്നതിൽ സൂചേട്ടൻ എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് ചെയ്തത്. ഇപ്പം കാക്കുവാണെങ്കിലും ഞാനാണെങ്കിലും പോലും സൂചേട്ടൻ്റെ ഒരു 99.9% കൂട്ടുകാരും അറിഞ്ഞിട്ടില്ല രേണുവായിട്ട് കല്യാണം കഴിച്ചു എന്നുള്ളത്. ഇവർക്കറിയത്തേ ഇല്ല. കല്യാണം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത്
ആടാ ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നീട് സൂചേട്ടനെ ഈ കൊല്ലത്തോട്ട് വിടാതെ കോട്ടയത്ത് തന്നെ സൂചേട്ടനെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പിന്നെ അദ്ദേഹത്തിന് കൊല്ലത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. കൊല്ലത്ത് നിന്ന് എന്തോ ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നേരെ കോട്ടയത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്നും അദ്ദേഹത്തിന് സ്വന്തം കൂട്ടുകാരെ അടുത്ത് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ പിടിച്ചു വെച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നു. ഈ രണസുന എന്താണ് ഇങ്ങനെ? അവർ ഭയങ്കര ബ്രില്യന്റ് ആണ്. നമ്മൾ കാണുന്ന പോലെ അല്ല, ഈ കോപ്രായത്തരം കാണിക്കുന്ന പോലെ അവർ ഭയങ്കര ബ്രില്യന്റാ. അവർക്ക് എങ്ങനെ നിൽക്കാന്ന് വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫെയിം അത് കൃത്യമായിട്ട് കിച്ചുവിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞു, കോപ്രായത്തരം കാണിച്ചിട്ടാണെങ്കിൽ പോലും. പക്ഷെ കിച്ചു കാലിബറുള്ള ഒരാളാണെങ്കിൽ അവൻ അതിലൂടെ കയറി വരും, അത് വേറെ കാര്യം. എന്നാലും പറയുകയാണെ ഇവരത് കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്തു. നിലവിൽ മറ്റൊരാളുടെ ഭർത്താവായിരിക്കെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ കയറി ചെല്ലോ? ഇല്ലല്ലോ. കയറി ചെന്നിട്ട് ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട്, ഇദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ രേണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷവും കിച്ചു ഇവരുടെ കൂടെ ആയിരുന്നല്ലോ. കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇനി കൊല്ലത്ത് ഇവര് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? എന്റെ ഒരു ഇതില് മാക്സിമം രേണു കൊച്ചിനെ അടുപ്പിക്കാൻ ചാൻസ് ഇല്ല. കാര്യം കിച്ചുവിനെ കാര്യം എന്ന് വെച്ചാൽ സൂചേട്ടൻ വീണയുടെ അടുത്ത് നിൽക്കുമ്പോഴായാലും രേണുവിന്റെ അടുത്ത് നിൽക്കുമ്പോഴായാലും കിച്ചുവിന്റെ അടുത്താണ് സൂചേട്ടന് സ്നേഹം കൂടുതൽ. എന്ന് വെച്ചാൽ അവരെന്ന് പറയുന്നത് അച്ഛനും മോനും കണക്കല്ല, അവര് ഫ്രണ്ട്സ് കണക്കാ. ചില സമയത്ത് നമുക്ക് തോന്നുന്നു ഇവർ ഭാര്യയും ഭർത്താവും. അമ്മാതിരി ഒരു ബന്ധമാണ് സൂചേട്ടനും കിച്ചും തമ്മിലുള്ളത്. ഈ ഒരു ഭാഗം കിച്ചു പറഞ്ഞ ഭാഗവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലേ. അതായത് ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിന് പോണ സമയത്തും രണസുനെ തല്ലുണ്ടാക്കി വിട്ടില്ല. ഇപ്പൊ അതിനെ വേറെ രീതിയിൽ അവർ വളച്ചൊടിക്കുന്നുണ്ട്. അതെന്താവട്ടെ, അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണെന്നുള്ളതാണ്. കിച്ചുവിന് അത്രക്ക് ഇഷ്ടമാണ്. കിച്ചുവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കിട്ടുന്ന സമ്പത്തിന്റെ പകുതിയോളം ചെലവാക്കുന്നത്. അത്ര പ്രിയമായിരുന്നു. അപ്പൊ ആ ഒരു പയ്യനെ രേണുസുതി ഇടപെട്ടിട്ട് മാറ്റി നിർത്തി എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അവൻ ലഹരിക്ക് അടിമപ്പെട്ടില്ലെങ്കിൽ അതിശയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അല്ലേ, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഒറ്റയടിക്ക് മാറ്റിയിട്ടുള്ളത്. ഒന്ന് മാറ്റി അടർത്തി എടുത്തിരിക്കുക. പിന്നെ എനിക്ക് രേണുവിന്റെ അടുത്തുള്ള ഒരു ദേഷ്യം എന്ന് പറയുന്നത് സൂചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. രേണു ഒറ്റയടിക്കില്ല. അതൊക്കെ സൂചേട്ടൻ എപ്പോഴും സംസാരിക്കുന്നത് എന്റെ സൂചേട്ടന്റെ മറ്റു ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ചോദിച്ചാൽ മതി. സൂചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പേര് കൊല്ലം സുധി എന്നാണ്. ഞങ്ങളത് കളിയാക്കും, സൂചേട്ടനെ കളിയാക്കും. കൊല്ലം സുധി, കാര്യം കൊട്ടിയൻ സുധി എന്ന് പറഞ്ഞൊരു സുധിയുണ്ട്, കൊല്ലം സുധിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് രണ്ടും പറഞ്ഞ് കളിയാക്കും. നിങ്ങൾ ഈ പേര് വല്ല മാറ്റേ, കൊട്ടിയൻ സുധിയുണ്ട്, കൊട്ടിയൻ സുധിയും കൊല്ലത്ത് വിടുന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുമ്പോൾ പുള്ളി പറയുന്നതെന്ന് പറയുന്നത് എടാ എന്റെ പേര് കൊല്ലം സുധി എന്നാണ്. ഞാൻ മരിച്ചാൽ എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത്. കാര്യം ഞാൻ മരിച്ചാൽ ഈ പേര് ഇങ്ങനെ തന്നെ നിൽക്കണം. കാര്യം ഒരു മനുഷ്യന്റെ വലിയൊരു ആഗ്രഹം, ആ ആഗ്രഹം പോലും നിരസിച്ചു എന്നുള്ളതാണ്. പള്ളി കമ്മിറ്റിക്കാര് വാഹനത്തിൽ നിറച്ച് കയറിയിരിക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു, ബോഡി കൊണ്ടുവരുന്നു, അവര് ചെക്കനെ കൊണ്ട് അത് അവിടെ കൊണ്ടുപോയിപ്പിക്കണമെന്ന് പറയിപ്പിക്കുന്നു. അത് എന്തിനടിസ്ഥാനത്തിലാ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കഴിഞ്ഞ വീട്ടിൽ ഞാനത് ആവർത്തിച്ചു, അത് എന്താ സംഭവം എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാ. ആ ശരീരത്തിന് വേണ്ടിയിട്ട് പോലും തല്ല്. കൊള്ളാം. മരിച്ചു കഴിഞ്ഞപ്പോഴോ ആ പേരും വെച്ചിട്ട് വലിയ തല്ല്. സഹായിക്കുന്ന ആളുകളെ തിരിഞ്ഞു കൊഞ്ഞലം കുത്തുക, അങ്ങനെ കുറെ ഊളത്തരുണ്ട്. ഇപ്പൊ അഹങ്കാരം തലക്ക് കയറി അങ്ങോട്ട് ഹൈപ്പിലേക്ക് എത്തി നിൽക്കുക എന്നുള്ളതാണ്. പുള്ളി പറയുന്നത് ഞാൻ ആളാവുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ട്രൂപ്പ് പരിപാടികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് വരുന്നത് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പം പോലും ഞാൻ തിരുവനന്തപുരം സുധി എന്ന് പറഞ്ഞ് വെച്ചിട്ടില്ല. എന്റെ ട്രൂപ്പുകളുടെ പേര് വെച്ചിട്ടില്ല. ഞാൻ കൊല്ലം സുധി എന്നാണ് വെച്ചേക്കുന്നത്. ഞാൻ എറണാകുളം പോയി, അപ്പോഴും എന്റെ ഇത് മാറ്റിയിട്ടില്ല, കൊല്ലം സുധി എന്ന് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്നെ അടക്കേണ്ടത് കൊല്ലത്താണ്. കാര്യം ഈ ഒരു ഇത് അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളും കൊണ്ട് അന്ന് ഈ സൂചേട്ടന്റെ ബോഡി കൊല്ലത്ത് കൊണ്ടുവന്നപ്പം പ്രശ്നം ഉണ്ടാക്കിയതാണ്. കാര്യം കൊല്ലത്ത് തന്നെ സൂചേട്ടൻ നടത്തും. അങ്ങനെ കിച്ചുവിന്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ അവര് തീരുമാനം എടുത്തു, അതേ എനിക്ക് ചെയ്യാനൊക്കും, ഞാൻ അവിടെ അല്ലേ നിൽക്കുന്നത് എന്നാണ് കിച്ചു അതെന്റെ അടുത്ത് പറഞ്ഞത്. ചെക്കനൊക്കെ ലോക്കായിരുന്നു. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴല്ലേ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എന്താ സംഭവിച്ചെന്ന് ആ പയ്യൻ പറയുമ്പോൾ മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അവരങ്ങ് പറയുകയാണ്, അവരൊരു ബില്ലാണ്ട് കൊണ്ടുകൊടുക്കുകയാണ്, അവരങ്ങ് പുഷ് ചെയ്യാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാ. എവിടെ മരവിപ്പ് എന്നൊരു സാധനം ഉണ്ട്, അതിലാവുക ചക്കിരുത്തിരുന്നത്. ആ സമയത്താണ് അവരത് പോയി ചോദിച്ചിട്ടുള്ളത്. എന്തായാലും കൊള്ളാൻ കേട്ടോ. സുഹൃത്തുക്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. അയാളുടെ ഒരു വലിയ ആഗ്രഹം പോലും അവിടെ നിരസിക്കപ്പെട്ടു. കൊള്ളാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ കണ്ടതും ഇത് ചെയ്യുന്ന സൂചേട്ടനൊക്കെ വിളിക്കുമ്പോൾ, കൊല്ലത്തോട്ട് വിളിക്കുമ്പോൾ സൂചേട്ടൻ പറയുന്നതാണ് ഇല്ല അവള് വിടത്തില്ല, ഞാനിവിടെ തന്നെ കൂടുക എന്നുള്ള രീതിയിലാണ് പിന്നീട് കേൾക്കാൻ തുടങ്ങിയത്. ഇതിനിടയിൽ ആ ചെക്കന്റെ മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തകർന്നു തരിപ്പണായി അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക. ഒന്നാം വിവാഹം കഴിഞ്ഞ് ആ സ്ത്രീ ഒഴിവാക്കി പോകുന്നു. അത് കൊല്ലസുധിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്നു. കള്ളും തല്ലും വക്കാണൊക്കെ ആയ കാരണം പോയി എന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. അവിടെയും കിച്ചു ആ സ്ത്രീയുടെ കൂടെയും താമസിക്കുന്നുണ്ട്. ഇടക്ക് സ്വന്തം വീട്ടിലോട്ട്, അതായത് തറവാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവിടെയും ഒറ്റപ്പെടുന്നു. അത് കഴിഞ്ഞ് രേണുസുധി വന്നിട്ട് ഞാൻ നോക്കാടാ മൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കനെ കൺവിൻസ് ചെയ്ത് ആ ചെങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അവിടുന്നും ചെക്കൻ ഒറ്റപ്പെട്ടു. ഇപ്പൊ ആ ചെക്കൻ പറഞ്ഞൊക്കെ നുണയാണെന്ന രീതിയിലാണ് രണസുന രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. ഊളത്തരാണ് സത്യം പറയട്ടെ. രേണുസുധി ആ ലൈഫിലേക്ക് കയറി ചെന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കിച്ചുവും
കൊല്ലസുദ്ധിക്ക് ഒന്നും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമായിരുന്നിരിക്കാം. എനിക്കങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞേട്ടാ. ഇത് തെർത്താത്തയ്ക്ക് മാത്രമുള്ള വീഡിയോ ആണ്. തെർത്താത്ത സത്യമാണ്. കസ്റ്റംസ് എന്റെ പെട്ടിയെല്ലാം പിടിച്ചെടുത്ത് തെർത്താത്ത. എനിക്ക് ഭയങ്കര സങ്കടമാണ് തെർത്താത്ത. കാരണം എന്നാന്നറിയോ, ആ പെട്ടിക്കകത്ത് നിറച്ചും ഡൈപ്പറായിരുന്നു. എന്താ വയറിളക്ക തൂറ്റളക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ഇത്രയും ഡയപ്പറൊക്കെ ആയിട്ട് പോവാ? മറുപടി കൊടുക്കുമ്പോൾ എന്താ എല്ലാരും ഈ അപ്പിക്കഥ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡയപ്പർ സാധാരണ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കുന്നതും അല്ലാത്ത ആളുകൾക്ക് വയ്യാത്ത ആളുകളും കെട്ടിക്കൊടുക്കുന്ന സാധനമാണ്. അത് വയറ്റിന്ന് പോക്ക് വരുമ്പോൾ തൂറ്റിളക്കം വരുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ്. അത് നാറ്റം വന്നിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വയറ്റൊന്നും പോക്കും പിടിച്ചിട്ടാ പോയിരുന്നത്. എന്തായാലും കൊള്ളാൻ കേട്ടാ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.